അല്പസമയം മുമ്പ് ജയിൽ നോമിനേഷൻ കഴിഞ്ഞു. രണ്ടുപേരെ ജയിലിലേക്ക് പോകാനായിട്ട് കുടുംബാംഗങ്ങളെല്ലാവരും കൂടി തിരഞ്ഞെടുത്തിരിക്കുകയാണ്. അവർക്കത് പറയാൻ ഒരുപാട് റീസൺസ് ഉണ്ട്. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ആദ്യമായി കാണുന്ന പ്രേക്ഷകരാണെങ്കിൽ കൂടുതൽ ബിഗ് ബോസ് അപ്ഡേഷനായിട്ട് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അല്പസമയം മുമ്പാണ് ജയിൽ നോമിനേഷൻ നടന്നത്. എല്ലാ കുടുംബാംഗങ്ങളും കൂടി രണ്ടുപേരെ തിരഞ്ഞെടുത്തു. 8 വോട്ടുകളുമായി ജിസേലിനെയും 14 വോട്ടുകളുമായി ലക്ഷ്മിയെയുമാണ് തിരഞ്ഞെടുത്തത്. ലക്ഷ്മി ഒനിലിനെതിരെ ഒരു ആരോപണവുമായിട്ട് ലക്ഷ്മി എത്തിയിരുന്നല്ലോ. അതിനൊരു ക്ലാരിറ്റി കിട്ടിയിട്ടില്ല എങ്കിൽ പോലും ഒനിൽ അങ്ങനെയൊന്നും ചെയ്യില്ല എന്നുള്ളൊരു വിശ്വാസം. മസ്താനിക്കാണ് ആ ഒരു പ്രശ്നം ഉണ്ടായത്. പക്ഷെ മസ്താനേക്കാൾ കൂടുതൽ അവിടെ റിയാക്ട് ചെയ്തത് ലക്ഷ്മിയാണ്. അപ്പോൾ അതിൻ്റെ ഒരു ആവശ്യം ഉണ്ടായിരുന്നില്ല. സത്യമാണോ ഇല്ലെന്നൊന്നും അറിയില്ല, കണ്ടിട്ട് പോലും ഇല്ല. അപ്പോൾ പിന്നെ എന്തിനാണ് അത്രത്തോളം ഓവർ റിയാക്ട് ചെയ്തത്? അങ്ങനെ ലക്ഷ്മിനെ എല്ലാ കുടുംബാംഗങ്ങളും കൂടി ജയിലിലേക്ക് അയച്ചിരിക്കുകയാണ്. പിന്നെ ജിസേലിൻ്റെ ഡ്യൂട്ടി ബാത്റൂമിലാണെങ്കിലും ജിസേൽ കൂടുതൽ ടൈം കിച്ചണിലാണ് വർക്ക് ചെയ്യുന്നത്. അതിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നില്ല. കിച്ചൺ ആണെങ്കിലും ഫ്ലോർ ആണെങ്കിലും മറ്റെല്ലാ കാര്യങ്ങളും നന്നായി തന്നെയാണ് ആ ടീമിലുള്ളവർ കൈകാര്യം ചെയ്യുന്നത്. അപ്പോൾ അവിടെ ജിസേലിൻ്റെ ആവശ്യമില്ല. ബാത്റൂമിലാണെങ്കിൽ പൂപ്പലും പായലൊക്കെയാണ്. ജിസേൽ അവിടെ വർക്ക് ചെയ്യാതെ കിച്ചണിൽ വന്നത് ചൂണ്ടിക്കാട്ടിക്കൊണ്ട് ജിസേലിനെയും, ഒരുപക്ഷെ ജിസേലും ലക്ഷ്മിയും കൂടെ ജയിലിൽ പോയാൽ എങ്ങനെ ഇരിക്കും? രണ്ടാളും അത്ര വലിയ ടൈംസിലൊന്നും അല്ല. അപ്പോൾ ജയിലിൽ പോയിട്ടുണ്ടെങ്കിൽ ഒന്നില്ലെങ്കിൽ അവർ രണ്ടാളും ഭയങ്കര ക്ലോസ് ആവും, അല്ലെങ്കിൽ അവിടെ അടിച്ച് പിരിയും. ഇതിലേതെങ്കിലും ഒന്ന് അവിടെ നടക്കാനുള്ള സാധ്യതയുണ്ട്. എന്താണെന്നുള്ളത് നമുക്ക് ഇന്നത്തെ ലൈവ് കണ്ടറിയാം. അപ്പോൾ ലൈവിൽ അപ്ഡേഷൻസ് ഈ ചാനലിൽ ഉണ്ടാകും. ആദ്യമായിട്ട് കാണുന്ന പ്രേക്ഷകരാണെങ്കിൽ കൂടുതൽ ബിഗ് ബോസ് അപ്ഡേഷനായിട്ട് മറക്കാതെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തോളൂ.